നിങ്ങളൊക്കെ മുഖം മറച്ചിട്ട് പോകണമെന്ന് പഠിപ്പിക്കണോലും അങ്ങനെ ചെയ്യണോലുമാണ്, അതിലൊന്നും തർക്കമൊന്നുമില്ല. ഷെയ്ഖുനാൻ്റെ ഓരോക്കെ അങ്ങനെ തന്നെ. ഇവിടെയാണ് നമുക്കൊരു ചോദ്യമുള്ളത്. ഞങ്ങളൊക്കെ മുഖം അടക്കം മറച്ച് പോകുന്നോലും അങ്ങനെ പോകണമെന്ന് പഠിപ്പിക്കുന്നോലാണ്. നിങ്ങളെ ജീവിതത്തിൽ എന്തേ നിങ്ങൾ പറഞ്ഞത് കാണാത്തത്? അതല്ലേ ഞങ്ങൾ ചോദിക്കണ്ടേ. നിങ്ങളിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയാ, അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറയാ, എന്നാൽ നേരെ ഇപ്പുറത്ത് അതിന് നേരെ വിപരീതമായി ചെയ്യുക. അത് നിങ്ങളെ ജീവിതത്തിൽ കാണുന്നില്ല. നിങ്ങളെ ഷെയ്ഖുനാന്റെ ഭാര്യന്റെയും ജീവിതത്തിൽ കാണുന്നില്ല. അതെന്തേന്നാ ഞങ്ങളെ ചോദ്യം. ആ ചോദ്യം കുഞ്ഞേമ്മേനെ ചോദിക്കണേട്ടോളി. കുഞ്ഞേമ്മനെ കൊണ്ടാണ് ചോദിപ്പിക്കുക. കുഞ്ഞേമ്മേ, നിങ്ങൾ പറഞ്ഞ കാര്യം അത് നിങ്ങൾ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് കാണിച്ചു തരണ്ടേ? അത് എന്താ നിങ്ങൾക്ക് പറ്റാത്തത്? അതല്ലേ നമ്മളെ ചോദ്യം. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല? ഒരു നിലപാടെടുത്താൽ അതിനൊരു നിലവാരം വേണ്ടേ? ആ നിലപാടിൽ ഉറച്ചു നിൽക്കണ്ടേ? അതാ ഞങ്ങൾക്ക് ചോദിക്കാറില്ലേ. നിഷേധിക്കങ്ങള് സർവ്വസ്ഥലത്ത് ഞങ്ങൾ ഹാജരാക്കി തരാം. ഇപ്പോൾ കാണിച്ചിരുമ്പോ കേസ് എടുക്കാമല്ലോ. പുതിയ അവസാനത്തെ ഐഡിയ. ആരെങ്കിലും ഞങ്ങളെ കാണിച്ചെന്നാൽ നിങ്ങളിങ്ങനെ പറയാം, ഞങ്ങളങ്ങനെ പഠിപ്പിക്കുന്നവരാണ്, ഞങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പം ആരെങ്കിലും ഇത് കാണുമ്പം നിങ്ങളങ്ങനെ പഠിപ്പിക്കണില്ല, അങ്ങനെ ചെയ്യുന്നില്ല, ഇത് കണ്ടോളി ഇത് കാണിച്ചു തരുമ്പോൾ ഓർക്കെതിരെ കേസ് കൊടുക്കുക അല്ലേ? ഓരോ പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കുക. അങ്ങനെ പിടിപ്പിക്കല്ലെങ്കിൽ ഞങ്ങൾ ഇനി കാണിച്ചു തരാം, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? കേസും കൊടുക്കരുത്, ഒന്നും കൊടുക്കരുത്, കംപ്ലൈൻറ്റും കൊടുക്കരുത്. നിങ്ങളെ ഓളങ്ങനെ വിടുക, ഞങ്ങളെയും വിടുക. ഞങ്ങളിങ്ങനെ കാണിച്ചു തരാം, ഓള മാർഗത്തിലില്ല, ഈ പറച്ചിൽ വെറുതെ ആണ്, നിങ്ങളാളെ പറ്റിച്ചാൻ വേണ്ടി പറയാണ്, നിങ്ങളപ്പം നടക്കുന്നതൊന്നും ഇപ്പം ഇത് കാണൂലല്ലോ. അപ്പം ഓൾക്ക് കാണിച്ചു തരാണ്, നിങ്ങൾക്ക് കാണിച്ചു തരാണ്. കാണിച്ചു തരുമ്പോൾ മണ്ട പോലീസ് സ്റ്റേഷനിക്ക് അല്ലെങ്കിൽ കോടതിക്ക് പോയ ഞങ്ങളെ ഫോട്ടോ എടുത്ത് വിടുന്നേ, ഇത്ര നിങ്ങൾ പായണേ, നിങ്ങളങ്ങനെ നടക്കണമല്ലേ നിങ്ങളെ വാദപ്രകാരം. പിന്നെ നിങ്ങൾക്ക് തന്നെ പേടിച്ചു. അപ്പം നിങ്ങളെ പറച്ചിലൊന്ന്, പ്രവർത്തി വേറൊന്ന്. അതാ കുഞ്ഞേമ്മ ആയത്ത് മതിയത്. യായില്ലതിനാമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. മനസ്സിലായോ? അപ്പൊ കുഞ്ഞേമ്മ ഇവിടെ ചെയ്യ 2 ദിവസം ഇപ്പോൾ കണ്ടിട്ടേ അതൊന്ന് പറഞ്ഞെടുത്താ. ഇവിടെ വാ, എന്നെ കൊണ്ട് കുറെ പരിപാടി നമുക്കുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യം അത് നിങ്ങൾ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമായിട്ട് കാണിച്ചു തരണ്ടേ? അത് എന്താ നിങ്ങൾക്ക് പറ്റാത്തത്? അതല്ലേ നമ്മളെ ചോദ്യം. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല? ഒരു നിലപാടെടുത്താൽ അതിനൊരു നിലവാരം വേണ്ടേ? ആ നിലപാടിൽ ഉറച്ചു നിൽക്കണ്ടേ? അതന്നെ ഞങ്ങൾക്ക് എന്നോടും എൻ്റെ ഷെയ്ഖിനോടും എൻ്റെ ഷെയ്ഖിന്റെ പെണ്ണുങ്ങളോടും അൻവരിനോടും ചോദിക്കാനുള്ളേ. നിങ്ങൾ പറഞ്ഞ കാര്യം, നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം, ഞങ്ങളിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യം നിങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചു തരണ്ടേ? എന്തേ കാണാത്ത? ഞങ്ങളെ ഷെയ്ഖുനാന്റെ പെണ്ണുങ്ങളോടും മറ്റുള്ള സ്ത്രീകളോടൊക്കെ മുഖം അടക്കം മറച്ചു പോകണം എന്നാ പറയലേ. ഞങ്ങളങ്ങനെ പഠിപ്പിക്കണോലും അങ്ങനെ ചെയ്യണോലാണ് നിങ്ങൾ പറയണേ. എന്നിട്ട് ചോദിക്കുക, എന്താ നിങ്ങൾ മുഖം മറക്കാതാണല്ലോ ഭാര്യ പോകുന്നത്? ഞാൻ തീർത്ത് പറഞ്ഞു കഴിഞ്ഞ പ്രസംഗത്തിൽ ഞങ്ങളുടെ ഭാര്യമാരോട് അതുപോലെ നമ്മുടെ സ്ത്രീകളോട് ഷെയ്ഖുന തന്നെ എത്രയോ സ്ഥലത്ത് അവർക്കുള്ള ക്ലാസ്സിൽ പ്രത്യേകം പറയുന്നതാണ്. മുഖം അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മറക്കണം, മറച്ചുകൊണ്ട് തന്നെ പോകണം. അതാണ് അതിൻ്റെ വഴി. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷേ ഞങ്ങളെ ഷെയ്ഖുനാന്റെ പെണ്ണുങ്ങളുടെ ജീവിതത്തിൽ അത് കാണുന്നില്ല. സർവ്വ സ്ഥലത്തും, ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തല്ല, പ്രത്യേക സമയത്തല്ല, അത് പറഞ്ഞു വരണ്ട. മനസ്സിലായോ? എത്ര സ്ഥലം എനിക്ക് കാണണം? ഈ ഗ്രൂപ്പിലുണ്ടല്ലോ. ഒരു ഉപാധിയും വെക്കാതെ കാണിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചില്ല. എനിക്ക് ധൈര്യം ഉണ്ടോ? നമ്മളെ ഇട്ടാൽ നമ്മളെ പിടിപ്പിച്ചാൽ നടക്കുക അല്ലേ? അതല്ല പരിപാടി. ഇല്ല, നിങ്ങൾ വിട്ടോളി, ഞങ്ങൾ എവിടെയും കേസ് കൊടുക്കൂല, നിങ്ങൾ പ്രചരിപ്പിച്ചോളി, നിങ്ങൾ പറഞ്ഞോളി, കാണിച്ചോളി എന്ന് പറയും. എഴുതി ഒപ്പിട്ടുണ്ടോ? മുദ്ര പേപ്പറിൽ എഴുതി ഒപ്പിട്ടുണ്ടോ? നമ്മൾ കാണിച്ചു തരാം. ഇത് വേണ്ട വിളിച്ചോ, അവർക്ക് നമ്മൾ വരാം. എന്നിട്ട് ഈ ക്ലിപ്പുകളും വെക്കുക, എൻ്റെ ഷെയ്ഖുനാന്റെ ഓൾ നടക്കുന്ന കോലും കാണിച്ചു തരാം. എന്തേ കാണാത്തേ? എന്തേ ജീവിതത്തിൽ പ്രാവർത്തികമാകാത്തേ? ഇത് ചോദിച്ചതാണോ തെറ്റ്? ഇത് ചോദിച്ചതാണോ തെറ്റ്? നിങ്ങൾ പറഞ്ഞു ഞങ്ങളങ്ങനെ നടക്കണോലും അങ്ങനെ പഠിപ്പിക്കണോലും ഷെയ്ഖുനാന്റെ ഓളും അങ്ങനെ തന്നെ, ഷെയ്ഖുനി അങ്ങനെ തന്നെ, ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നിങ്ങൾ പറയാ.
നിങ്ങളെ ഷെയ്ഖുനി നിങ്ങളെ ഷെയ്ഖുനാന്റെ ഓൾ നടക്കുന്ന സർവ്വ സ്ഥലത്തും അവിടത്തും കാണിച്ച് മുഖം മറക്കാതെ മാറി മറക്കാതെ ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ നേരടിച്ച് കാണുന്ന രൂപത്തിൽ ശരീരത്തിനെ പച്ചയായി വലിച്ചു കീറി നടക്കുക. അങ്ങനെ നടന്നാലേ കള്ളത്തൊരിക്കത്തോന്ന് ഉഷാദ് പറഞ്ഞ് ഇന്നലെ ഞാൻ കൽപ്പിച്ചില്ലേ? എന്തേ അത് കാണാത്തത്? അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നിങ്ങൾ കാണിച്ചു തരണ്ടേ? എന്തേ നിങ്ങളെ ഷെയ്ഖുനാന്റെ ജീവിതത്തിൽ കാണാത്തത്? അത് ചോദിക്കുമ്പോൾ ചൂടായാൽ മതിയോ? കേസ് കൊടുത്താൽ മതിയോ? കുഞ്ഞേമലെ ചിന്തിക്ക്, കാണിച്ചുണ്ടോ? എവിടെടോ? എവിടെ നിങ്ങളെ പറവ് വേണം. എ പി സ്ഥാനോട് പറവ് വെച്ചോലല്ലേ നിങ്ങള്? എവിടെ എൻ്റെ ഷെയ്ഖിൻ്റെയും ഷെയ്ഖുനാൻ്റെയും പറയടോ? പറയടോ നീ വന്ന് കണ്ടേ ആണത്തുണ്ടെങ്കിൽ, ഉമ്മാനെ മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ, ശരിയായ ജന്മത്തിൽ ജനിച്ചവനാണെങ്കിൽ വന്ന് പറയടോ, കാണിച്ചുണ്ടോ? എന്റെ മനസ്സിലാക്കിയത് ആളില്ലാത്ത പോസ്റ്റ് ഗോടിച്ചിന മാതിരി ഇത് അന്നെ നിർത്തിക്കാണ്ടാ പറയണ്ടേ. അന്നെ നിർത്തിക്കാണ്ട് എൻ്റെ ഫോണക്കാട് വിട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഫോണൊക്കെ അതിൻ്റെ വോയിസ് തരണ്ടേ? ഇതെന്ന് വന്ന് പറഞ്ഞാ ഏത് ലോകത്തിന്റെ ഏത് ഉലകത്തിലാണെങ്കിലും എൻ്റെ കൈക്കൊക്കെ അതിൻ്റെ വോയിസാണ് വരണ്ടേ. അതുകൊണ്ട് എന്നോട് ചോദിക്കണ്ടേ എവിടെയോ പറയേ, എവിടെ നിങ്ങളെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ? ഞാൻ വോയിസ് സെൻഡ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് എത്തില്ലേ? അൻവരിൻ്റെ അടുത്ത് എത്തില്ലേ? എന്തെങ്കിലും ഉണ്ടാത്തേ പറയടോ ആൺകുട്ടികളാണെങ്കിൽ.